കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല എരിവും പുളിയും ഒരല്പം മധുരത്തോടു കൂടിയുള്ള ഒരടിപൊളി കറി തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് സൂപ്പറാണ്. എന്നാൽ ചപ്പാത്തിയുടെ കൂടെയും ഇത് ചേർത്ത് കഴിക്കാം കേട്ടോ. വളരെയധികം രുചിയാണ്. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറിക്കായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നല്ല എരിവുള്ളത് ഒഴിവാക്കണം കേട്ടോ. മീഡിയം എരിവുള്ള മുളകാണ് ഞാൻ എടുത്തത്. അതിൻ്റെ സെൻറ്ററിലൊന്ന് കീറി കൊടുക്കണം. ഇതേപോലെ നടുകിലൊന്ന് കീറി കൊടുക്കണം. പച്ചമുളക് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കറിക്കായം വേണം. അതാണ് കാണിച്ചത് കേട്ടോ. കറിക്കായം പൊടിയായാലും പീസായാലും വറുത്ത് പൊടിച്ചിട്ടാലും മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചു. കുറച്ച് ശർക്കരയാണ്, കുറച്ച് ശർക്കരപ്പൊടി ചേർത്താൽ മതി. പിന്നെ വാളംപുളി കുതിർത്തെടുത്ത് ജ്യൂസാക്കി എടുത്ത് വെച്ചത്. പിന്നെ നമുക്ക് ചുവന്നുള്ളി വേണം കേട്ടോ. അത്യാവശ്യം ചുവന്നുള്ളിയും കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചോ. ചുവന്നുള്ളി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. സവാള ഒഴിവാക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കണം. കൂടുതൽ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം. പക്ഷേ എണ്ണ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഒരല്പം നല്ല ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും ഒരല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഈ കറിക്ക് അതൊരു ടേസ്റ്റ് കൂട്ടും ചെയ്യും കേട്ടോ. ഈ സമയം ഞാനൊരല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും, വലുതാണെങ്കിൽ ഒന്ന് നെടുകെ കട്ട് ചെയ്യാം കേട്ടോ. കഴുകി വെച്ച പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും. വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇഞ്ചി കുറച്ച് മതി കേട്ടോ. അത്ര കുത്ത് വരേണ്ട ആവശ്യമില്ല. ഒരല്പം ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഒരുമിച്ചൊന്ന് വഴറ്റിയെടുക്കാം. അല്ലാതെ പച്ചമുളക് മാത്രം ആദ്യം വഴറ്റിയെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തു. കണ്ടില്ലേ? ചുവന്നുള്ളി വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. അത്ര വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. സവാള ചേർക്കണ്ട. അത്യാവശ്യം ഒന്ന് വഴന്ന് വരട്ടെ. കണ്ടില്ലേ? ഈ സമയം വേണമെങ്കിൽ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് വഴറ്റാം കേട്ടോ. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഞാനൊരു അല്പം എണ്ണയിൽ തന്നെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ ഇങ്ങനെ ഗ്ലാസ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അത്യാവശ്യം വെന്തു. ഇനി നമ്മൾ തിളപ്പിക്കുന്നതും കൂടി ഉണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇനി നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുള്ള വാളംപുളിയാണ് ചേർക്കുന്നത്. പുളിയും ഓരോരോ ഇഷ്ടം പോലെ ചേർക്കാം. ഒരല്പം കൂടിയിരുന്ന ഇഷ്ടമുള്ളവർക്ക് നോക്കിയിട്ട് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലൊക്കെ പിച്ചിയിട്ടിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടണ്ട. ഇത് ഗ്രേവിയൊന്നും അധികം ഇല്ലാത്തതായതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കായത്തിൻ്റെ പൊടി ഇപ്പം തന്നെ ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി കേട്ടോ. കറിക്കായം ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടൊന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു അരക്കപ്പ് കഞ്ഞിവെള്ളമാണ് ചേർക്കണത്. പച്ചവെള്ളമല്ല, കഞ്ഞിവെള്ളം ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ പുളിങ്കറിക്ക് കേട്ടോ. ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കാത്തവരൊക്കെ. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഈ സമയം പുളി വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. ഉപ്പും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എരിവ് പച്ചമുളക് അങ്ങ് ഇറങ്ങി വന്നോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്തു. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച് വെച്ചു. തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നു. കണ്ടില്ലേ? അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് വെന്തു. ഇനി ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മധുരം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പുളിയും എരിവും ഒക്കെയുള്ള കറിയല്ലേ. ഓപ്ഷണലാണ്. ഇങ്ങനെ മതിയെങ്കിൽ ശർക്കര ചേർക്കാതെയും നമുക്ക് കറി ഉപയോഗിക്കാം കേട്ടോ. ഇതാ വെന്തോ, ഉള്ളിയൊക്കെ വെന്തോ. ഇനി നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉടച്ച് ചേർത്താൽ സൂപ്പറാണ്.